ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു H&H ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ ഒരു ഫിഷ് റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഈ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഈ മീനെ പാര എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നോക്കാം. ആദ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ക്രഷ് ചെയ്തെടുത്ത പേസ്റ്റ് 1 ടീസ്പൂണും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, ആവശ്യത്തിന് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് ഈ അരപ്പ് പുരട്ടിയെടുക്കാം. ഈ ഫിഷിൽ ഒരു ഫോർക്ക് കൊണ്ട് കുത്തിയിട്ട് അരപ്പ് ചേർത്താൽ നന്നായി ഉള്ളിലേക്ക് മസാല പിടിക്കും. അരപ്പെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫിഷ് നമുക്ക് 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫിഷ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഓരോ പീസും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മാംസമുള്ള മീനായതുകൊണ്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫിഷെല്ലാം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഫിഷ് വറുത്തെടുത്തതിൻ്റെ ബാലൻസ് വന്ന എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് പെരിഞ്ജീരകം, 3 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വലിയൊരു സവാള നൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളിയും 1 പിടിയോളം മല്ലിയിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഗ്രേവി നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ബൗൾ റൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റൈസാണ്. ഇവിടെ ഞാൻ പൊന്നിയരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബിരിയാണി റൈസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സവാളയുടെ കൂട്ട് തയ്യാറാക്കുമ്പം തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. കാരണം ഞാനിവിടെ ചോറ് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ചോറിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് റൈസിൻ്റെ മീതെ വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയായ ഫിഷ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലുള്ള സിമ്പിൾ ഫുഡ് റെസിപ്പീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. See you soon in the next video. Bye bye.